ഇന്ന് നമ്മൾ കുരുമുളക് പറിക്കാനായിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാവിലും തെങ്ങിലും എല്ലാം ഈ കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു ഡിസംബറിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുന്ന സമയം. എന്നാൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ വിളവെടുക്കാൻ പോകുന്നത്. ലേറ്റായതുകൊണ്ട് തന്നെ കുറേയൊക്കെ പഴുത്ത് തൊഴിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. കുറച്ച് കുരുമുളകൊക്കെ വിൽക്കും, കുറേയൊക്കെ ഞങ്ങളുടെ വീട്ടാവശ്യത്തിനായിട്ടും മാറ്റാറുണ്ട്. ഈ കുരുമുളക് പറിക്കുന്നത് കംപ്ലീറ്റും ചേട്ടനാണ്. ഞാൻ ഇടയ്ക്കൊന്ന് എണീറ്റ് കയറി നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റിയ പണി താഴെ കൂടെ ഉള്ളത് പറിക്കലാണല്ലോ. അങ്ങനെ ഞാൻ താഴെ കൂടെയുള്ള കുരുമുളകെല്ലാം പറിച്ചു. ഇനി ഈ കുരുമുളക് പറിക്കുന്നതിനൊരു ട്രിക്കുണ്ട്. ഈ കുരുമുളക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നില്ലേ, ഇതിനെ ഇവിടെ കൂടെയൊക്കെ തിരി എന്നാണ് പറയുന്നത്. ഈ തിരിയെ ഇതിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഉയർത്തി കൊടുത്താൽ മതി. ഇത് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ വരും. ഇതിലുള്ള പഴുത്ത കുരുമുളകെല്ലാം ഞങ്ങൾ വേർതിരിച്ചെടുത്ത് വീട്ടാവശ്യത്തിനായിട്ടാണ് മാറ്റുന്നത്. ഈ പഴുത്ത കുരുമുളകിനെയെല്ലാം ഉണക്കി പൊടിച്ച് കുരുമുളക് പൊടിയായിട്ടാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലെ പച്ച കുരുമുളകെല്ലാം ഞങ്ങൾ വിൽക്കാനായിട്ടും കൊണ്ടുപോകും. സാധാരണ ഈ കുരുമുളകൊക്കെ ചവിട്ടിപ്പൊഴിക്കാറാണ് പതിവ്. നമുക്കിപ്പോൾ കുറച്ച് കുരുമുളകേ ഉള്ളൂ, അതുകൊണ്ടാണ് കൈകൊണ്ട് എടുക്കുന്നത്. കൂടുതൽ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ അല്ല. കുരുമുളക് കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഈ തണ്ടാണ് തിരി എന്ന് പറയുന്നത്. ചിലർ കുരുമുളക് എടുത്തിട്ട് അതിൻ്റെ തിരി വഴിയിലൊക്കെ കളയാറുണ്ട്. ആളുകൾ എത്രത്തോളം ഈ തിരിയെ ചവിട്ടുന്നോ അത്രത്തോളം അടുത്ത വർഷം വിളവ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പണ്ടത്തെ കാലഘട്ടത്തിൽ ചെരുപ്പിടാതെയാണ് ആളുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. വഴിയിലൊക്കെ ഈ തിരി കൊണ്ടിടുമ്പോൾ കാലിനൊരു മസാജാവും, അതുപോലെ തന്നെ കാലിനുള്ള ചെറിയ രോഗങ്ങളൊക്കെ മാറുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത് വഴിയിലൊക്കെ ഇട്ട് തുടങ്ങിയത്. പിന്നീട് ഇങ്ങനൊരു കഥ പ്രചരിക്കുകയും ആളുകൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യും. ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചെരുപ്പിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് അങ്ങനെ വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.